കേരളത്തിന്റെ ജനകീയ കലാരൂപങ്ങളിൽ കാലത്തിന്റെ പൊടിപിടിച്ചുപോയ അനവധി പൈതൃകങ്ങളുണ്ട്. അവയിലൊന്നാണ് കടവൂർ പ്രദേശത്തിന്റെ ആത്മാവായി ജീവിച്ചിരുന്ന ഒരു കലാരൂപം, മുടിയാട്ടം. ആ കലാരൂപത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് നമ്മളിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അഞ്ചാലുമൂട് മീഡിയയുടെ ഓപ്പൺ മൈക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരു സമൂഹത്തിന്റെ ജീവിതത്തോടും വിശ്വാസത്തോടും ചേർന്നുനിന്ന ഈ കല ഒരു കാലത്ത് ഗ്രാമോത്സവങ്ങളുടെ ആവേശമായിരുന്നു. ചുവടുകളിലും ചൊല്ലുകളിലും വാദ്യമേളങ്ങളിലും ജനങ്ങളുടെ ആത്മാവിനെ തൊട്ടുണർത്തിയിരുന്ന ഒരു കല. നമുക്ക് ആദ്യം ഇതിനകത്ത് പങ്കെടുത്ത ഈ കലാകാരന്മാരിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കലാകാരികളാണ്. ആ കലാകാരികളെ ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം. അമ്മേ, പേരെന്താ? മാലിനി. എന്താ പേര്? ബബിത. ഷീബ. ലളിത. ഗിരിജ. അനാമിക. പപ്പ. മിനി. ലക്ഷ്മി. സിന്ധു. മഞ്ജുഷ. നമ്മുടെ പേര് വാസന്ത. കാലം മാറിയപ്പോൾ പുതിയ ലോകത്തിന്റെ തിരക്കുകളിൽ ഈ കലയുടെ വെളിച്ചവും മങ്ങിത്തുടങ്ങി. വേദികൾ കുറയുകയും കലാകാരികൾ പിന്നിലാവുകയും ചെയ്തൊരു ഘട്ടം. പക്ഷേ പാരമ്പര്യത്തിന്റെ തീ പൂർണ്ണമായി അണഞ്ഞില്ല. ആ തീ വീണ്ടും ജ്വലിപ്പിക്കുവാൻ മുന്നോട്ട് വന്നു ഒരു കൂട്ടായ്മ, തൃക്കടവൂർ നാടൻ കലാസമിതി. പാരമ്പര്യ വിശ്വാസത്തിൽ തങ്ങളുടെ ദേവതകൾക്ക് വെറ്റില, അടയ്ക്ക, പുകയില, ചുണ്ണാമ്പ് എന്നിവയുടെ കൂട്ടമായ പടുക്ക വെച്ച് ദേവതകളെ ആവാഹിച്ചെടുക്കുന്ന ആദ്യത്തെ ചുവടുവെപ്പാണ് എറിപ്പ്. എല്ലാവരും പറയുന്ന പായതി കളി എന്ന് പറയുന്നത് പോലെ ആ കളി തന്നെ. ഇതിന്റെ യഥാർത്ഥ പേര് എറിപ്പെന്നാണ്, അല്ലെങ്കിൽ ചുവടുകളി. അത് തുടങ്ങി വെച്ചതിന് ശേഷം, കളം തൊലിച്ചതിന് ശേഷം നമുക്ക് ഈ മുടിയാട്ടം നടത്തത്തുള്ളൂ. പണ്ട് നമുക്ക് അതാണ് അതിന്റെ ഒരു മർമ്മഭാഗം, അതാണ് ഈ എറുപ്പ് കളിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ള ദേവന്മാരെയും നമ്മളെ ഈ പ്രദേശത്തുള്ള നമ്മളെ ഈ 8 കൊട്ടാരം എന്ന് പറയും, നമ്മുടെ രീതിയിൽ 8 കൊട്ടാരം എന്ന് പറയും. ഈ 8 കൊട്ടാരത്തിലെയും ഭഗവാന്മാരെയും ഭഗവതിമാരെയും നമ്മൾ വിളിച്ചു വരുത്തിയാണ്. അതാണ് ഇത് ഒരു പാട്ട് തുടങ്ങുന്നത്. നമ്മളെ ഈ മണ്ണിലുള്ള അമ്മയും അപ്പൂപ്പനെയും വിളിച്ച് നമ്മൾ തുടങ്ങുന്നത് അതുകൊണ്ടാണ്. ഈ വെറ്റില മുറുക്കാനും വെറ്റിലയൊക്കെ വെച്ചതിന് ശേഷം അടയ്ക്കാൻ വെച്ച് കാണിക്കുകയും വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം പാടുന്നവർ പാടും, എറുപ്പ് കളിക്കുന്നവർ കളിക്കും. കളിച്ച് അതിനെ കൊണ്ടുവന്ന് നമ്മളെ ഈ വേദിയിൽ ആ കളരി ദേവന്മാരെ എല്ലാവരെയും വിളിച്ച് പ്രഭുക്കളെ എല്ലാവരെയും വിളിച്ചാണ് നമ്മൾക്ക് തുടങ്ങി വെക്കുന്നത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മുടിയാട്ടമുണ്ട്, കമ്പടി കളിയുണ്ട്, പിന്നെ സീതകളി ഉണ്ടായിരുന്നു. അത് ഞങ്ങളൊക്കെ ജനിക്കും മുമ്പേ അത് ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ മുടിയാട്ടം വീണ്ടും അരങ്ങിലെത്തുന്നു, മറഞ്ഞുപോയ ഒരു കലാരൂപത്തിന് പുതിയൊരു ശ്വാസം നൽകിക്കൊണ്ട്. ഈ കലയുടെ ആത്മാവാണ് ഈ കലാകാരികൾ. തലമുറകളിലൂടെ കൈമാറി കിട്ടിയ ചുവടുകളും ആചാരങ്ങളും അവർ ഇന്നും അതേ ഭക്തിയോടെ നിലനിർത്തും. മുതിർന്നവരെല്ലാം മണ്ണടിഞ്ഞു പോയത് കൊണ്ട് ഇപ്പം പുതിയ തലമുറ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കും എന്ത് തോന്നുന്നു മനസ്സില്? പണ്ട് ആ ഒരു യൗവന കാലത്ത് ചെയ്ത അതേ എനർജി തന്നെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങള് 80 മുതല് ദൂരസ്ഥലത്ത് ആലപ്പുഴ, കൊല്ലത്ത്, തിരുവനന്തപുരം, വയനാടൊക്കെ പോയി. എന്റെ അറിവ് 38 വർഷം കൊണ്ടേ ഉണ്ട്. അന്നൊക്കെ ഞങ്ങള് വേറെ പൊടിയായെങ്കിലും നമ്മൾ അങ്ങനെ കയറി. പിന്നെ ഈ ഒരിടയ്ക്ക് വെച്ച് ഒരു 15-16 വർഷം കൊണ്ട് ഞാനും കയറി. ഇത് നമ്മൾ ഈ ഒരുപാട് നേരം ഇങ്ങനെ തലയിട്ട് ആട്ടുമ്പോഴേ നമുക്ക് അതിനായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇതുവരെ പിള്ളേർ പറഞ്ഞതും ഇല്ല, നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു. മുടിയാട്ടത്തിന്റെ ഓരോ ചുവടിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഓരോ മുഖഭാവത്തിന് പിന്നിൽ ഒരു ജീവിതമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇത് കളരിയിൽ ഈ അടുത്തൊരു കളരി ഉണ്ടായിരുന്നു. അത് നമ്മുടെ സമുദായത്തിന്റെ ഒരു കളരിയായിരുന്നു. അവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഭഗവാനും ഭഗവതിയും കൂടെ തേർ തെളിച്ചു പോയ സമയത്ത് അവർ മുടിയാട്ടം കണ്ട് ആ കാവിലിറങ്ങി. അവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അവിടുത്തെ അന്നത്തെ ആൾക്കാർക്ക്. അവർ ചാണകം മെഴുകി നമ്മളെ നേരം
അതിനു വേണ്ടി നേരം നെയ്ത് വെക്കും. വലിയൊരു നേരം നെയ്ത് ചാണകം മെഴുകിയെടുത്ത് വെച്ചതിന് ശേഷം ഈ അമ്മയും ഭഗവാനും ഭഗവതിയും വെള്ളിനൂലി വന്നിറങ്ങി പരിപാടി കണ്ട് പോയ കാലങ്ങളുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഇപ്പോഴത്തെ തലമുറ അവരെ വന്നിച്ചും കൊണ്ട് നമ്മൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ദൈവീയമായ ഒരു കാര്യമായിരുന്നു. ഈ കലയുടെ ആവേശത്തിന് താളമേകുന്നത് ഇവരോടൊപ്പം നിൽക്കുന്ന ഗാനസംഘമാണ്. മേളവും ചൊല്ലും ഒത്തുചേരുമ്പോഴാണ് മുടിയാട്ടം പൂർണ്ണമാകുന്നത്. രഞ്ജിത്ത്. ഏത് വാദ്യോപകരണമാണ് ഉപയോഗിക്കുന്നത്? ചെണ്ടയാണ് അല്ലേ? ഏത് വാദ്യോപകരണം? മുള. അത് വെച്ചിട്ടുള്ള. അതെങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്? മുള തന്നെയാണോ? മുള മാത്രമാണ്. പല രീതി പല താളത്തിലുള്ള മുളകള് അതിന്റെ സൈസ് വ്യത്യാസം അനുസരിച്ചാണ് അല്ലേ? അത് ഈ ശബ്ദം അറിഞ്ഞിട്ടാണോ അതിനെ വെട്ടി ഒതുക്കുന്നത്, അതോ ഈ വെട്ടിയെടുത്തതിന് ശേഷം താളം നോക്കിയിട്ട് ഒരുക്കിയെടുക്കണം? അല്ല ഇല്ല, ഇപ്പൊ ഉപയോഗിക്കുന്ന ഇതിന് ഒരുപാട് കാലപ്പഴക്കമുണ്ടോ അതോ നമ്മൾ മാറ്റും? ചിലപ്പോൾ വർഷം തോറും മാറ്റും അല്ലേ? നമ്മളെ താളം തീരും തോറും താളം എന്തിനാക്കത്തില്ല. പിന്നെ അടുത്ത നമ്മൾ സാധനം വേറെ ഉണ്ടാക്കിയെടുക്കും. അത് ശരി. ഞാൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പം ഈ ഒരു ഉപകരണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴോ അങ്ങനെ മാറ്റുന്ന ഒരു സ്ഥിതിയുണ്ടോ? താളത്തിന് വ്യത്യാസം വരുമ്പോഴാണോ മാറ്റുന്നത്? വ്യത്യാസം വരുമ്പോഴാണ് നമ്മളത് മാറ്റാൻ. പേര് ഉല്ലാസ്. ഉല്ലാസ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉല്ലാസ് സംഘം തന്നെയാണോ ഇതിന്റെ ഗായക സംഘത്തിലെ? ഗായക സംഘം തുടക്കം കുറിക്കുന്നത് നമ്മുടെ ആശാനാണ്. ആശം കേട്ട് പഠിപ്പിനനുസരിച്ച് നമ്മൾ കേട്ട് പഠിക്കും. കേട്ട് പഠിച്ച് നമ്മൾ ലീഡ് ചെയ്ത് കൊടുക്കും. അതെ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരികളൊക്കെ മനപ്പാഠം തന്നെയാണ്. വരികളെ ഒരാളിപ്പോ നമ്മൾ 10-15 പാട്ട് ഉണ്ടെങ്കിൽ അറിയാമെങ്കിലും ഒരാൾ പാടുമ്പോൾ നമുക്ക് ആ വരി ഓർമ്മ വരും. അല്ലാതെ നമ്മൾ മനസ്സിൽ ചേക്കത്തില്ല. നമ്മുടെ ശിവൻ ആശൻ തന്നെ പാടുവാണെങ്കിൽ ആ പാട്ട് ഓർമ്മ വരും. പക്ഷെ ശിവണ്ണൻ അറിഞ്ഞൂടാത്ത പാട്ട് ഞാൻ പാടുമ്പോ അടുത്ത വരി ഇന്ന അത് ഇങ്ങനെ വരും. ഈ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഓരോ പാട്ടിന്റെ സവിശേഷത. ഇതാണ് നമ്മുടെ ആശാൻ. പേര് ശിവൻ. അപ്പൊ ഈ കൂട്ടത്തില് ഏറ്റവും മുതിർന്ന ആള് തന്നെ അല്ലേ ഇതിന്റെ ഒരു ലീഡർ? അല്ല, ഇത് നമ്മുടെ ഇദ്ദേഹം കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത് നിങ്ങളുടെ മേളത്തില്. അപ്പൊ ഇതിനകത്ത് പാട്ടാണ്, ഗായകനാണ്. നമ്മുടെ പൂർവ്വന്മാർ നമ്മുടെ അച്ഛനപ്പന്മാരിങ്ങനെ കേട്ട് കേട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ അത് കേട്ട് എനിക്ക് എന്റെ മനസ്സിലുള്ളത് ഞാൻ പാടി ചെയ്യാതെ ഇത് കളിപ്പിക്കാം എന്ന് നമ്മുടെ ലഭിക്കും. അത് ഞാൻ അടുത്ത് എന്തെല്ലാം പ്രാവശ്യം തിരുത്തും. അങ്ങനെ നമ്മക്ക് ഞാൻ മരിച്ചു പോയാലും നമ്മുടെ അന്യച്ചാരെ കൊണ്ട് കളഞ്ഞിട്ട് അനിയനാണല്ലേ? അങ്ങനെ എന്റെ മനസ്സിൽ എന്തെല്ലാം നമ്മള് കേട്ട് വരുന്നുണ്ടോ അതെല്ലാം ഞാൻ കടത്തി തീർക്കും. കേട്ടിട്ടേ കളിയെല്ലാം നമ്മുടെ ഒച്ചകളിനെ ഏൽപ്പിക്കും. കളിക്കകത്ത് എന്ത് തെറ്റുകുറ്റം ഉണ്ടായിരുന്നു അത് എന്നെ ഏൽപ്പിക്കുന്നു. എനിക്ക് പാടാനേ നോക്കും. എനിക്ക് പാടാൻ കളി നിയന്ത്രിക്കുന്നതിനെയും ഗവനിക്കുന്നത് നമ്മുടെ അളിയന്മാരാണ്. നമ്മുടെ ആശനെ ഏൽപ്പിക്കും. എന്റെ മൂത്തനെ ഉത്തരകള് തന്നെ എല്ലാം എന്നെ കൊണ്ടൊക്കത്തില്ല. ഞാൻ എങ്ങനെ എന്റെ ഒരു 10-60 വയസ്സ് മുതലും 5-6 തലമുറയായി. ഇപ്പൊ അടുത്ത തലമുറയാണ് ഈ നിൽക്കുന്നത്. എന്താ മോന്റെ പേരെന്താ? രമരീഷ്. അത് ശരി. എത്രാം ക്ലാസ്സിൽ പഠിക്കുക? 2-ലായതേ ഉള്ളൂ. മോൻ എന്തോ ചെയ്യുന്നതിനകത്ത്? കൈമണി ഇല്ലേ? ടിങ് 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 എന്ന് പറയുന്ന അടിക്കുന്ന ഇല്ലേ? എത്ര നാളായി ഇത് കൈമണിയൊക്കെ? 2 വർഷമായിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ അടുത്തൊരു നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമാണ് അടുത്ത തലമുറയിലേക്ക് ആര് പോകുമെന്നുള്ളത്. അപ്പൊ അതിന് ദൈവമായിട്ട് ഇല്ലേ ആരെങ്കിലും ഒക്കെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവരും ഇല്ലേ? എങ്ങനെയുണ്ട് ഈ മാമന്മാരുടെ കൂടെയൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണോ? ചെണ്ടയുടെ മുഴക്കവും ചൊല്ലുകളുടെ ശക്തിയും കലാകാരികളുടെ ആത്മാർത്ഥതയും ചേർന്നപ്പോൾ മുടിയാട്ടം ഒരു പ്രകടനം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ആത്മാവായി മാറുന്നു. ഇതിന് ചെണ്ടയ്ക്ക് ഞാൻ അന്നത്തെ രീതിയിൽ മരമെന്നാ പറയുന്നത്. മരം. പിന്നെ പറയെന്ന് വെച്ചാൽ പലകയാണ്. പറ അതാണ് പണ്ട് മുതൽക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പിന്നെ ജാലറയാണ്, കൈമണി. ഇതൊക്കെയാണ്
പിന്നെ ഇപ്പോഴത്തുള്ള ഒരു എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യുന്നെങ്കിലും എന്നാൽ ഇതിന്റെ മർമ്മഭാഗം താളങ്ങൾ ഇതിലുണ്ട്. ഈ താളത്തിനകത്ത് ഇപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോരോ സ്പീഡിലാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ ആ പാട്ടിനനുസരിച്ച് ഓരോ താളത്തിന് ഓരോന്നിനും പ്രത്യേക സ്പീഡായിട്ട്. അപ്പൊ ആദ്യം സ്ലോ ആയിട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ തുടക്കം അങ്ങനെ ചെയ്ത് പിന്നെ അതിന്റെ പാട്ടിന്റെ അനുസരിച്ച് കളി അനുസരിച്ച് ഈ പാട്ടിനനുസരിച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. ഇത് വെറും ഒരു കലാരൂപത്തിന്റെ കഥയല്ല, മറഞ്ഞു പോകാൻ തുടങ്ങിയ ഒരു പൈതൃകത്തെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യരുടെ കഥയാണ്. ഈ കഴിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങളെ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ചെയ്ത് കണ്ടതൊക്കെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്നതാണ്. അപ്പോൾ പിന്നെ വന്നപ്പോൾ അത് പിന്നെ അവരുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ പേരൂടെ നടന്ന് അതിന് പിന്നിലുള്ളവരിലൊക്കെ വന്ന് അവതരിപ്പിച്ചപ്പോൾ അതും കണ്ട് ഞങ്ങൾ വളർന്നതാണ്. അപ്പോൾ പിന്നെ ഇത് മന്ദീഭവിച്ചതുപോലായി. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഊർജ്ജത ഉണ്ടായത് ഞങ്ങൾ കേരള കലോത്സവത്തിന് ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ കലോത്സവത്തിനൊക്കെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പിന്നെ പരിപാടി ഞങ്ങൾ അവതരിപ്പിച്ചു. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, സംസ്ഥാനം, ജില്ല ഇവിടെയൊക്കെ ഞങ്ങൾ പോയി. ഞങ്ങൾ പിന്നെ കബനി ഫെസ്റ്റിവലിൽ 15 ഞങ്ങൾ പോയി. കബനി ഫെസ്റ്റിവൽ ഞങ്ങൾ പോയി. ഇന്ന് ഈ പട്ടികവർഗക്കാരുടെ മാത്രം പരിപാടിയായിരുന്നു കബനി ഫെസ്റ്റിവലിൽ. അപ്പോൾ ഒരാഴ്ച ഞങ്ങളവിടെ നിന്ന് പരിപാടിയൊക്കെ അവതരിപ്പിച്ച്. പിന്നെ നമ്മുടെ മാനന്തവാടി അവിടെ ഒരു തിയേറ്റർ ഉണ്ട്, വിനോദ് തിയേറ്റർ. അവിടെയായിരുന്നു ഞങ്ങൾക്ക് പരിപാടിയെല്ലാം. പിന്നെ ഞങ്ങളവിടെ പിന്നെ ഒരു ഗാന്ധി പാർക്ക് ജംഗ്ഷനിലാണ്, വയനാട് മാനന്തവാടി ജംഗ്ഷനിൽ ഗാന്ധി പാർക്കിൽ ഞങ്ങൾ അവസാനത്തെ കളി. പിന്നെ അവസാനത്തെ ദിവസം ഞങ്ങളെ പഴശ്ശിയുടെ ആ ശവകുടീരവും അവിടെ എല്ലാം നമ്മളെ കൊണ്ട് കാണിച്ച്. പിന്നെ അവിടെ ഒരു പഴശ്ശി രാജകീയത്തിലെ ഒരു സിനിമയിലൊക്കെ ഉണ്ടായിരുന്നല്ല, അവിടെയൊക്കെ ഞങ്ങൾ കുറേ അവസാന ദിവസം ഞങ്ങളെല്ലാം അവിടെ എല്ലാം കൊണ്ട് കാണിച്ചു. ഇപ്പോഴത്തെ തലമുറ നമ്മൾ ചെയ്തു പോയി. അടുത്തൊരു തലമുറ വന്നാൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ കളരി തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അടുത്ത തലമുറ വന്ന് ചെയ്തു പോലും ചെയ്തില്ല പോലും. ഇപ്പം ഈ പറഞ്ഞ ഒരു വാദ്യോപകരണ മേഖലയുമായിട്ട്, അതായത് ഈ കമ്പടി എന്ന് പറയുന്നത് ഒരു വാദ്യോപകരണം തന്നെയാണ്. അത് നമുക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആളുകൾ ഇതിനകത്തേക്ക് വരുമെന്ന് ഉറപ്പുണ്ട്. അതിനു വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ചെയ്യാറുണ്ട്? തയ്യാറെടുപ്പ് ഇത് പിള്ളേർ ആഗ്രഹിച്ചു വേണം. ഒരു വിദ്യയും നമ്മൾ അടിച്ചേൽപ്പിച്ചില്ല. നമുക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് ചെയ്യും. നമുക്കിനി വയ്യാതെ വരിക. അടുത്ത തലമുറയെ നമ്മൾ പിന്നെ ചുരുക്കൂട്ടി എടുക്കാൻ നോക്കുക. ഇതിനകത്ത് ഈ പാടുന്ന പാട്ടുകളൊക്കെ അത് തലമുറകളായിട്ട് ചൊല്ലി പഠിച്ചു എഴുതി വെച്ച് ആരും എഴുതിയിട്ടില്ല. എത്ര പാട്ടുകളുണ്ട് മൊത്തത്തിൽ? പാട്ട് നമ്മള് ഇതെന്ന് വെച്ചാൽ എഴുതിയ പാട്ടല്ല. പണ്ട് മുതൽക്ക് അവര് ഒരു കൂട്ടം കൂടി അന്നേരം അവരെ മനസ്സിൽ തോന്നുന്നത് പാടി. അതിപ്പോ അത് അർത്ഥമുണ്ടോ എന്തുവാണെന്ന് ആർക്കും പിടിയില്ലായിരുന്നു അന്ന്. ഇപ്പൊ പാടി വരുമ്പോ അവതരിപ്പിച്ചു വരുമ്പോ അതിനകത്ത് അർത്ഥങ്ങള് തീർച്ചയായിട്ടും ഉണ്ടായി സ്വാഭാവികമായി വന്നതാണ്. ഇപ്പം ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴേ നിങ്ങൾ എത്ര പാട്ടുകൾ ഇപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മൊത്തത്തിൽ? അത് ഒരു 10-20 സ്റ്റെപ്പ് ഞങ്ങൾ ചെയ്ത് വെക്കും. അപ്പൊ അതിനത്തെ സമയം അനുസരിച്ച് ഞങ്ങൾ അവിടെ അവതരിപ്പിക്കും. അതായത് ഒരു 20ഓളം ഗാനങ്ങൾ എന്തായാലും കയ്യിലെടുക്കും. അതിനേക്കാളും കൂടുതലുണ്ടാവും. എന്നാലും ഈ പരിപാടിക്ക് വേണ്ടി ഒരു 20ഓളം ഗാനങ്ങൾ എപ്പോഴും സെറ്റാണ്, ഇല്ലേ? മുടിയാട്ടം വെറുമൊരു കലാരൂപമല്ല, ഒരു സമൂഹത്തിൻ്റെ ജീവനാണ്. നമ്മുടെ പ്രദേശത്തിൻ്റെ ഈ കലാരൂപത്തിന് ഒരു പുതുജീവൻ നൽകാൻ തയ്യാറാകുന്ന തൃക്കടവൂർ നാടൻ കലാസമിതിക്ക് നിങ്ങളാൽ കഴിയുന്ന വേദികൾ നൽകുക. അങ്ങനെ ഈ കലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ഞാനും കൂടെ ഒരു വിലക്ക് പോയേ